പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഒക്ടോബർ 24 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. കർത്താവേ, അങ്ങനെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും
നിൻ്റെ വഴികൾ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ. ഭർത്താവിനോട് വഴക്കിട്ടിട്ടുള്ളവരുണ്ട്, സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട്, മക്കളെ അനുസരിക്കാത്തവരുണ്ട്, മക്കൾ ജയിലിലായവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട്. കർത്താവേ, കണ്ണീരുടെ അങ്ങയുടെ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ കന്യാസ്ത്രീ മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood, I bless and hallow you. ആ മാതാവിനെ ലൂർദിൽ വെച്ച് എന്നോട് പറഞ്ഞത് തന്നെ, അതായത് ഗ്രേസ് ബിൽട്ട് അപ്പോൺ നേച്ചർ എന്ന് നമ്മൾ കേൾക്കും, പക്ഷേ സ്പിരിച്വാലിറ്റി ബേസ്ഡ് അപ്പോൺ ജെനുവിനിറ്റിയാണ്. അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത ഒരു പ്രബോധനമാണ്. ആധ്യാത്മികത ജെനുവിനിറ്റിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. മത്തായി 18:21 എടുത്തേ. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഇന്നലെ നമ്മൾ കണ്ട സമരക്കാരുടെ കാര്യമില്ലേ, തീഗന്ധ ഇറക്കാൻ. അപ്പോൾ ആ ആൾക്കാരെ ഓരോരുത്തരെ വിളിച്ച് ട്രീറ്റ് ചെയ്യണം. അവിടെ തീഗന്ധം ഇറക്കിയ ആൾക്കാരുടെ അങ്ങനെ പറഞ്ഞെങ്കിലും പത്രോസിനറിയാം ഈ അണ്ണന്മാർ ഇപ്പോഴും സമരക്കാരോട് ക്ഷമിച്ച് കാണത്തില്ല. ചിലപ്പോൾ എന്ത് സ്പിരിറ്റാണ് നിന്നിലുള്ളതെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വന്നിരിക്കണത്, ഞാൻ വന്നിരിക്കണത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണെന്ന് ഈശോ പറഞ്ഞില്ലേ ഞാൻ 10:10. എങ്കിലും ഈ അണ്ണന്മാർക്കെല്ലാം പൊതുവെ വലിയ മാറ്റമൊന്നുമില്ല. മാറ്റമില്ലെന്നല്ല, അവർക്ക് വേണ്ടത്ര ഈ ജീവനുണ്ടാകാനും പിന്നെന്താ അത് സമൃദ്ധമാകാനാണെന്നല്ലേ. അപ്പോൾ ജീവൻ സമൃദ്ധിയാണ് ഈശോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് ആണ് ഈശോ. പത്രോസിന് ഈശോയുടെ ടോപ്പിക്ക് പിടികിട്ടി. പത്രോസിൻ്റെ വിജയവത പെട്ടെന്ന് കാര്യം മനസ്സിലാവും, പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. അതായത് പത്രോസിനെ എപ്പോഴും ഒരു നിഴൽ മറയത്ത് നിർത്തിയിട്ട് വിവരമില്ലാത്തവനെ എടുത്തിട്ടക്കാരനാണെന്നൊക്കെ പറയുന്നില്ലേ, അതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാര്യം എന്താ, പൗലോസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. പക്ഷേ പത്രോസല്ലേ കർത്താവിൻ്റെ വചനങ്ങളെ കേൾക്കുകയും ആദ്യമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും അതിൻ്റെ അന്തർധാരകളെ അടിയൊഴുക്കുകയും ആത്മാവെ വൈജ്ഞാനികമായിട്ട് ആവശ്യിക്കുകയും ചെയ്തിട്ടുള്ള ആ ഒരു ആത്മീയ ശിശുവില്ലേ, ആത്മീയ ശിശുവിൻ്റെ എടുത്താട്ടം മാത്രമേ പത്രോസിനുള്ളൂ. ശരിക്കും പറഞ്ഞാൽ പത്രോസ് ചോദിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നീ ജീവൻ സമൃദ്ധിയായി ഉണ്ടാകാനെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അണ്ണന്മാർ പലരും ഇപ്പോഴും ക്ഷമിച്ചിട്ടൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? ഈ ഡയബോളിക് ക്ഷമിക്കാത്ത വൈരാഗ്യ ബുദ്ധിയുള്ള ഡയബോളിക് പേഴ്സണാലിറ്റി നാഗവല്ലി ഇപ്പോഴും ഇവന്മാരുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അതിനാണ് ഇച്ചിരി ചോദിക്കുന്നത്. എത്ര വചനെടുത്ത്. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, അതെ, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുൾ ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു. 70 പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത്രയും നമ്മൾ ബലഹീനമാകുകയാണ്. എന്തിനാണ്? മനുഷ്യൻ്റെ ശക്തി ഓൺ ഔട്ട് ആകുകയാണ് അവിടെ. വി ഡിക്ലെയർ ദാറ്റ് വി ആർ ഹെൽപ്ലെസ് ആൻഡ് വീക്ക്നെസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. നമ്മളിപ്പോൾ യാബയായിട്ട് മാറുന്നു. സെർവൻ്റ് ഓഫ് ഗോഡ്, ഒരു പ്രയോജനമില്ലാത്ത ദാസൻ, കടമ നിർവഹിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നോട് പറഞ്ഞു 7 പ്രാവശ്യം ക്ഷമിക്കാൻ. എന്നോട് പറഞ്ഞു അവൻ 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ഞാൻ ബലഹീനനായി.
ക്ഷമിച്ചിരിക്കുന്നു. അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിലെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ്. കണ്ട, 70ാമത്തെ പ്രാവശ്യം ക്ഷമിക്കുമ്പോൾ 70 പ്രാവശ്യം നിത്യമായി ക്ഷമിക്കുമ്പോൾ നമ്മൾ വി ആർ ഗെറ്റിംഗ് വീക്ക് നമ്മൾ ബലഹീനമായി. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ സമാന്തരമായി സംഭവിക്കുന്ന കാര്യമുണ്ട്. എന്താണത്? 2 കൊരിന്ത്യർ 12:9. എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.